നമസ്കാരം. നമുക്ക് ഇന്നൊരു മട്ടൺ ഇന്ത്യൻ ഡിഷാണ്. മട്ടൺ ഒരു ഇന്ത്യൻ ഡിഷ്, ഭുണ ഗോഷ്. ഭുണ മീൻസ് ഒരു പെരണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അതാണ് ആ പേര് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ മസാല, അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ പോവാണ്. മസാല മീൻസ് നമ്മൾ ഗരം മസാല. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ്? മല്ലി, ജീരകം, പെരുംജീരകം, ബേ ലീഫ്, കറുകപ്പട്ട, കുരുമുളക്, തക്കോലം, സ്റ്റാർ അനീസ്, ദെൻ ഗ്രാമ്പു, ഏലക്കായ. ഇത് നന്നായിട്ട് നമ്മൾ ചൂടാക്കിയ ശേഷം നമ്മൾ പൊടിച്ചെടുക്കണം. ഇതാണിത് സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പാന് ഇവിടെ ചൂടായിട്ടുണ്ട്. ഗരം മസാല ഡിഫറെൻറ്റ് ടൈപ്സ്, ഓരോ കറികൾക്കും ഓരോ ടൈപ്പ് മസാലകൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഭുണ ഗോഷിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അത് ചൂടാക്കി കഴിഞ്ഞാൽ എളുപ്പം പൊടിയാനും, ഓവർ ചൂടാക്കി അതിൻ്റെ ഫ്ലേവേഴ്സ് പോകും. ജസ്റ്റ് ചൂടാക്കിയപ്പോൾ നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ചൂടാക്കുന്നു, അത് നമുക്ക് പൊടിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഏത് കുക്കിങ്ങിലും കാണുന്നത് അവസാനം എന്താ പറയുക, നോർമൽ ഗരം മസാല ഇട്ടിട്ടുണ്ടാക്കുക. ഇത് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഹോം മെയ്ഡ് ഗരം മസാല നമ്മൾ ഉണ്ടാക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത് മട്ടൺ നമ്മൾ എടുത്തിരിക്കുന്നത് അധികം പ്രായമാകാത്ത ഒരു 8 മാസം അത്രയൊക്കെ പ്രായമായിട്ടുള്ള ഇളം മട്ടനാണ്. അപ്പോൾ അതിനധികം കുക്കിംഗ് ടൈം വരില്ല, മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ട് മട്ടൻ്റെ കൂടെ, കുറച്ച് ഫാറ്റ്. അപ്പോൾ മറ്റുള്ള ഓയിലുകളുടെ അളവ് കുറയും, ഈ ഫാറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ മട്ടനെ കുക്ക് ചെയ്യുന്നത്. ഈ മട്ടനെ നമ്മൾ ഉണിയനും ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, അങ്ങനെയുള്ള ഈ കാണുന്ന മസാലകളെല്ലാം ചേർത്ത് വഴറ്റി കുക്കറിൽ അല്ലെങ്കിൽ നേരിട്ടും വയ്ക്കാം. കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ മട്ടൻ്റെ കുക്കിംഗ് നോക്കിയിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചൂടായ അതിൻ്റെ സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ വരുന്ന ആ മസാലക്കൂട്ട്. സ്പൈസസ് നേരത്തെ മിക്സ് ചെയ്ത സ്പൈസസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി മണം എന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ്. ഇതാണ് ഈ ഡിഷിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് മട്ടണിൽ ലാസ്റ്റ് കുക്കായി അത് വരട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ആ മസാലകളിലെല്ലാം ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇവിടുത്തെ സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓണിയൻ ഇടാം. നമ്മൾ ഓരോ ഓണിയൻ മതിയാവും. കുറച്ച് ഗ്രീൻ ചില്ലി, അത് എരിവിന് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി വരുന്നുണ്ട്. കാശ്മീരി ചില്ലിക്ക് അധികം സ്പൈസി ഇല്ല, അപ്പോൾ സ്പൈസി ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നു. ഇതൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി അതിലേക്ക് അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. അതും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, മട്ടൺ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പച്ച രുചി എപ്പോഴും ഉണ്ടാകും, റോ ടേസ്റ്റ് എപ്പോഴും. അതേപോലെ തന്നെ മസാലയും നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു കുക്ക് ചെയ്ത് ആ പച്ചക്കുത്ത് മാറുമെന്ന് പറയുന്നത്. ഏകദേശമായി. അല്ലെങ്കിൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ പീസ് ആഡ് ചെയ്യാം. മട്ടൺ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. മട്ടൺ നല്ല ഇളം മട്ടൺ നോക്കിയിട്ട് നമ്മൾ നേരിട്ട് കണ്ട് മേടിക്കുന്നതാണ് എപ്പോഴും സേഫ്. അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് മട്ടൻ്റെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഡിഷിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സീർ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് മസാല വെറും 2 മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. എപ്പോഴും ശ്രദ്ധിക്കണം, കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവാണ്, പക്ഷെ നല്ല അസാധ്യ രുചിയാണ്. നമ്മൾ സാധാ മുളക് പൊടി ഇടുമ്പോൾ ഭയങ്കര എരിവായി പോകും. നമുക്ക് 1 സ്പൂണ് മതി, 1 സ്പൂണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അവസാനം നോക്കിയിട്ട് ചേർക്കാം. ഇതെന്തായാലും കുക്കറിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുക്കറിലേക്ക് ഇട്ടാൽ മതിയായിരുന്നില്ലേ? ഒരു ചേഞ്ച് ഇരിക്കട്ടെ, ഒരു വെറൈറ്റി ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്? ആദ്യം പാനിൽ സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നു. സാധാരണ നമുക്ക് ഇങ്ങനെ ചെയ്യാം, കുക്കറിലും ചെയ്യാം. ഞാൻ പറഞ്ഞത് അത് കുക്കറിലായി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതാവുമ്പോൾ നന്നായിട്ട് നല്ല റോസ്റ്റ്. ഓംലേറ്റ് കുറച്ചിരിക്കുമ്പോൾ മട്ടൻ്റെ പീസാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം.
മട്ടൺ നമുക്ക് ശരിക്കും ഡ്രൈ ആയിട്ടാണ് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് മട്ടൻ്റെ വെള്ളം കൂടി ജ്യൂസ് കൂടി വരും. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ നമ്മൾ കുക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 4 വിസിൽ മതി. മട്ടൺ ആണെങ്കിൽ 3-4 വിസിൽ കൊണ്ട് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകും കുക്ക് ചെയ്യും. 3-4 പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വരട്ടിയെടുക്കണം. അതാണ് ആ പേര് വന്നത് ഭുണ ഗോസ്റ്റ്. അപ്പോൾ നമുക്ക് മട്ടൺ കുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ മലയാളികൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പ്രോസസ്സ് ഉണ്ട്. കടുക് ഇടുന്നു, ജീരകം ഇടുന്നു, കുറേ നേരം വറക്കുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡയറക്റ്റിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് ചെറിയ പ്രോസസ്സിലാണ് നമ്മൾ ഈ ഡ്രൈ ഭുണ മട്ടൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫിനിഷ് ചെയ്യണം. അതായത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. വാവ്, ഏകദേശം ഒരു 80% മട്ടൺ കുക്കായിട്ടുണ്ട്. ബാക്കി 20% നമ്മൾ ഇത് പാനിലാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ വറുത്ത് വെച്ച സ്പെഷ്യൽ മസാല ചേർത്തിട്ട് വരട്ടിയെടുക്കും. ഈ പാനിലേക്ക് നമുക്ക് മട്ടൺ ആഡ് ചെയ്യാം. ആ വെള്ളത്തോട് കൂടി തന്നെ ആഡ് ചെയ്യാം. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. മട്ടൺ ഭുണ മസാല ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അതായത് മട്ടൺ വേവാനുള്ള സമയമാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടി വരിക. നമ്മളാദ്യം എല്ലാം വഴറ്റി വേവിച്ചു. അതിൽ വെള്ളം വറ്റിച്ചെടുക്കണം. നമുക്ക് ഡ്രൈ ആയിട്ട് വേണം. അപ്പോൾ ഇതാ വെള്ളം ഓൾമോസ്റ്റ് കുറച്ച് നെയ്യിൽ, അതിൻ്റെ മട്ടൻ്റെ നെയ്യിൽ നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് തൈര് ഒഴിക്കുകയാണ്. കുറച്ച് നമ്മൾ കട്ടി തൈരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കട്ടി തൈര് ബീറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് യൂസ് ചെയ്യുന്നത്. 4 സ്പൂൺ മതി. ഒരു പുളിപ്പ്, ഇത് അധികം പുളിപ്പില്ലാത്തതാണ്. ആ തൈരിൻ്റെ ലൈറ്റ് പുളിപ്പ്, കാഷ്യൂ പേസ്റ്റിന് സ്വീറ്റ്നെസ്, ആ ഒരു തിക്നെസ് എല്ലാം വരും. ഇതെല്ലാം അതിലേക്ക് പരണ്ട് പിടിക്കണം. അതിലേക്ക് നമ്മൾ ഇനി ഫൈനൽ ചേർക്കാൻ പോകുന്ന മെയിൻ സാധനം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല. നല്ല ആരോമയുണ്ട്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ റോ സ്മെല്ല് കളഞ്ഞിട്ടാണ് നമ്മൾ പൗഡർ ചെയ്തത്. നല്ല ആരോമയുണ്ട്. കുറച്ച് ഫ്രഷ് മല്ലിയില കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയില്ലേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഒന്നുകൂടെ ഒരു സെമി ഗ്രേവി രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം ഇതിനെ. അപ്പോൾ നമ്മൾ മട്ടൺ ഭുണ ഗോഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യാം.